ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എന്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. നമ്മളെപ്പോഴും ഫിഷ് നിർവാണ അതുപോലെ തന്നെ ചിക്കൻ നിർവാണയൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമുക്ക് വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ടൊരു സോയാബീൻ നിർവാണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവിന്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ സോയാബീൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവനോടെ ഇടുന്നത്. വലിയ സോയാബീനൊക്കെ ആണെങ്കിൽ മുറിച്ചിടാം, പക്ഷെ ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടത്തരം സൈസിലുള്ള ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് ഇടുന്നത് കേട്ടോ. നമുക്ക് സോയാബീനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേണ്ടത് പെരിഞ്ജീരകമുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയൊരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നമ്മൾ മസാലയൊക്കെ തേച്ച് ഇത് നന്നായിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലുള്ള ഇതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ പാനിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ സോയാബീൻ മസാല ചേർത്ത് വെച്ചത് ഫ്രൈ ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഫ്രൈ ആയി വരണം. ഇപ്പൊ സോയാബീൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ തന്നെ ബാക്കി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അധികം തീയിലിട്ട് കരിച്ച് കളയല്ലേ, വളരെ തീയൊക്കെ കുറച്ച് വെച്ചുണ്ടാക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ സോയാബീൻ പുഴുങ്ങിയെടുത്താണ്, അതുകൊണ്ട് വളരെ വേവൊന്നും അധികം ഇല്ല. അധികം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സോയാബീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നല്ല കട്ടി തേങ്ങാപ്പാലാണേ. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്കുണ്ടല്ലോ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കണേ. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സോയാബീൻ നിർവാണ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടല്ലോ അപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.